ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, മണ്ഡലമാസത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം തൃക്കൺമഠം ശിവക്ഷേത്രമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. തൃക്കൺമഠം ശിവക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് പറയുന്ന കേട്ടത്. അതിന്റെ അമ്പലത്തിന്റെ മുഖം പടിഞ്ഞാറ് ഭാഗത്തോട്ടാണെന്ന് പറഞ്ഞ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ പോയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. നമസ്കാരം. എന്താ പേര് അങ്ങയുടെ? ദാമോദരൻ നമ്പൂതിരി. ഈ തൃക്കൺമഠം ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണല്ലേ? ഈ തൃക്കൺമഠം ശിവക്ഷേത്രത്തിൽ അങ്ങ് മേൽശാന്തിയായി വന്നിട്ട് എത്ര വർഷമായി? 21 വർഷമായി. 2003 വന്നത്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യമോ കാര്യങ്ങളെന്തെങ്കിലും ഐതിഹ്യം നമ്മൾ ചെറുപ്പത്തിൽ ഐതിഹ്യം ഒന്നും അങ്ങനെ അറിയൂല. അതുപോലെ മട്ടന്നൂർ തങ്ങളതാന്ന് പറയുന്നുണ്ട്. അവര് പിന്നെ ഇവിടെ ഊരാളന്മാർ 4 ഊരാളന്മാർ അവർക്ക് കൊടുത്തു. പിന്നെ അവർ കയ്യിലാന്നിട്ട് പിന്നെ ഇവിടെ ഗവൺമെൻറ്റിൽ കൊടുത്തു. അങ്ങനെ അറിയപ്പെടുന്നു. പിന്നെ ഈ അമ്പലത്തിൽ ഭക്തന്മാർ വന്നിട്ടുള്ള എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നല്ല അനുഭവങ്ങൾ ഓർമ്മയുള്ളത് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പം രണ്ടാഴ്ച മുമ്പേ പിന്നെ നമ്മളെ ഭാര്യ പഠിപ്പിക്കുന്ന രക്ഷാക്കുളമില്ല കമ്പൽ. അപ്പോൾ അങ്ങനെ കുട്ടി സംസാരിക്കൂല. 1.5 വയസ്സായിരുന്നു. 1.5 വയസ്സായി. ഡോക്ടർ എഴുതിത്തല്ലേ കുട്ടി സംസാരിക്കും. ഇനിയൊന്നും ചെയ്യില്ല. ചെവിട് കേൾക്കൂല. അതേപോലെ പിന്നെ വർത്തമാനം പറയില്ല. അങ്ങനെയായിട്ട് നമ്മൾ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തിരുമേനോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നു. അപ്പം എന്നോട് വന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. അമ്പലത്തിൽ വന്നിട്ട് നല്ലോണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കൊണ്ട് ശരിയായി, എല്ലാം ശരിയായി. അവരെ നിറമാലാന്ന് ഈ പറഞ്ഞ 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ അനുഭവം ഒരുപാട് അനുഭവമുണ്ട്. നല്ലോണം വിശ്വസിക്കണം. അതാണ്, കളങ്കമില്ലാണ്ട് വിശ്വസിക്കണം. മനസ്സിലൊരൊന്നും പാടില്ല. നമ്മളെ ഭാര്യ പറയണ്ട, വീട്ടിൽ നിന്ന് ഒരു സാധനം ഇല്ലത്തേക്ക് കൊണ്ടുവരണ്ട. ഒരു എന്തെങ്കിലും ആരെങ്കിലും തന്നാൽ മാത്രമേ കൊണ്ടുവരൂ. അതുപോലെ ഇങ്ങനെ ചെയ്ത് ഇത് പറയുന്നതൊക്കെ വിശ്വാസമാവില്ലല്ലോ. പക്ഷെ ആർക്കും വിശ്വാസമാവില്ല. ഇത് വെറുതെ തള്ളുന്ന പറയും. നമുക്ക് അനുഭവം കൊണ്ടല്ലേ മനസ്സിലാവും. അങ്ങക്ക് ഒരുപാട് ഭക്തന്മാർ ഇതുപോലെ വന്ന് പറഞ്ഞ പല അനുഭവങ്ങളും അറിയാം. ഉണ്ട്, ഒരുപാടുണ്ട്, പറയാനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ തിരക്കിനടുക്ക് അതുപോലെ ഇവിടെ നേരെ മുമ്പിലുള്ള ഒരു പണിക്ക് തെയ്യം കിട്ടുന്നവരുണ്ട്. അവർക്ക് ഇതേപോലെ ചെറിയ കുട്ടി ഉണ്ടായി. ഇതേപോലെ പറഞ്ഞു കുട്ടി നടക്കൂല പറഞ്ഞു. അതും ഡോക്ടറെല്ലാം കാണിക്കാത്ത ഡോക്ടറില്ല, എല്ലാം കാണിച്ചു. പിന്നെ മറ്റു എന്നോട് ഇവിടെ വന്ന് പറഞ്ഞു
ഞാൻ പറഞ്ഞു പിന്നെ നടക്കാണ്ട് എന്താ വീട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പോയിക്കാന്ന് പറഞ്ഞു. ഇത് നിർമ്മാല തന്നെയാണ് പറയില്ല അധികമുള്ളത്, നിർമ്മാല കഴിച്ചാൽ ശരിയാവുമെന്ന് പറയും. അപ്പം അതുപോലെ നിർമ്മാല കഴിഞ്ഞില്ല, പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്, ശരിയായി. ഇവിടെ വന്ന് കുട്ടി ഓടിക്കെടുക്കുന്നു. അങ്ങനെ അനുഭവം. അതുപോലെ ഈ അമ്പലത്തിന് ഞാൻ വരുമ്പോൾ ഇവിടെ വെറും ശ്രീകോര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും വെള്ളം പഴയ ശ്രീകോര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തറ ഇതൊക്കെ ഞാൻ വന്നതിന് ശേഷം ആയത്. ഇതിലിപ്പം അടുത്ത കാലത്തിട്ടതാണ് ഈ ഇന്റർലോക്ക്. വേറൊരു പ്രത്യേകത കേട്ടിട്ടുണ്ട്, ഈ അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് മുഖം. അതെ, സാധാരണ അങ്ങനെയല്ലല്ലോ അമ്പലത്തിൽ ഉണ്ടാവുക, കിഴക്കോട്ട് അധികം ഉണ്ടാവുക. അത് വൈദ്യനാഥനായിട്ടാണ് അങ്ങനെ. വൈദ്യനാഥനാണ് എന്ത് അസുഖവും മാറ്റും പ്രാർത്ഥിച്ചാൽ. അപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ സംസാരിക്കാൻ സാധിച്ചത് ഈ തിരക്കിൻ്റെ. പേരെന്താ പറഞ്ഞു? എൻ്റെ പേര് നിജിൽ എന്നാണ്. അപ്പോൾ ഇവിടെ കുടുക്കി മട്ടല്ലേ, പുറവൂരാണ്. പുറവൂർ ശ്രീലക്ഷ്മി നരസിംഹ സ്വാമി ക്ഷേത്രം, അതിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ഒരുപാട് നന്ദി. ഒരുപാട് ഭക്തജനങ്ങൾ ഒരുപാട് കാലം പ്രസാദം കൊടുക്കാനും ഭഗവാനെ സേവിക്കാനുള്ള. 1.5 കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർഡായി. അതെയാ, സന്തോഷം. ശരി. നമസ്കാരം. എന്താ പേര്? കുഞ്ഞികൃഷ്ണൻ. ഈ അമ്പലത്തിൻ്റെ പണ്ടേ കമ്മിറ്റിയിലുള്ള ആളാണെന്ന് അറിയാൻ പറ്റി. പണ്ടേ കുറേ കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിനെ പറ്റിയുള്ള ഐതിഹ്യമോ അല്ല എന്തെങ്കിലും കാര്യങ്ങളും പണ്ടത്തെ ചരിത്രം എന്തെങ്കിലും ഓർമ്മയില്ല? അറിയുന്ന കാര്യങ്ങൾ ചിലതെല്ലാം അറിയുന്നെല്ലാം പറയാം. ഇത് ഈ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞത് ഒരു 2000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ്. 2000. ആദ്യകാലത്ത് ഈ മട്ടന്നൂരിലൊരു തങ്ങളുണ്ട്. തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്പൂതിരിയാണ്. അവരെ കുടുംബപ്പേരായിരിക്കും തങ്ങൾ. അവരതായിരുന്നു ഇത്. അവർ പിന്നെ ഇടിയുള്ള 4 കുടുംബക്കാർക്ക് കൊടുത്തിട്ട് അവർ പോയി. കുറേ കൊല്ലം മുമ്പേ പോയതാ. ഈ പ്രശ്നം വെച്ചേർത്ത് സ്വർണ്ണ പ്രശ്നം വെച്ചപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞില്ലേ. എന്നിട്ട് പോയിന് അവരോട് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പഴക്കം ഇതിൻ്റെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ നേരത്തെ പുല്ലിട്ട അമ്പലമാണ്. നാലമ്പലമൊന്നുമില്ല. ഇത് കല്ലോട്ട് ഇതുപോലെ കെട്ടിയ ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടാണ്. പിന്നെ ശ്രീകോവിലുണ്ട്. ശ്രീകോവിൽ പുല്ലിടലാണ്, പുല്ല് പുതുക്കൽ. ഈ മണ്ഡപം അതുപോലെ തന്നെ. പിന്നെ അങ്ങ് ഇത് ഭക്ഷണം പാകം ചെയ്യുന്ന അതിനെന്താ പറയുക, അത് പയ്യെ ഇവരെല്ലാം കൂടി ശരിയാക്കി. പിന്നെ മണ്ഡപത്തിൻ്റെ മേലത്തേത് പോയി. ശ്രീകോവിലിൻ്റെ കൊല്ലത്തിൽ നാട്ടുകാരും ആളെല്ലാം കൂടി തെങ്ങെല്ലാം കൂടെ പൊതിച്ചിട്ട് ഇങ്ങനെ ഒരു വിധം കൊണ്ടിരുന്നതാണ്. അന്നേരം അത് കമ്മിറ്റിയാക്കിയിട്ട് ശ്രീകോവിൽ ഓടിട്ടുണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത്, തുടങ്ങിയത്. ശ്രീകോവിൽ അതിന് വേണ്ടിയിട്ട് പരത്തിന് വേണ്ടിയിട്ട് അതെല്ലാം പോയിനി. പറഞ്ഞ മതി കുടിക്കോട്ട് ഏതെല്ലോ സ്ഥലത്ത് ഞാൻ പോയിനി, ചെങ്ങളായി അങ്ങോട്ടെല്ലാം പോയിനി. അങ്ങനെ മരം ജാതി വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ജാതി മരം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരം കൊണ്ടുവന്നിട്ട് അങ്ങനെ ഓടിട്ടതിന് ശേഷമാണ് നാലമ്പലത്തിൻ്റെ പണി തുടങ്ങി. അതിന് കമ്മിറ്റിയെല്ലാം ആക്കി ആൾ പൈസയെല്ലാം പിരിച്ച് അങ്ങനെ കമ്മിറ്റി ആക്കിയിട്ട് നാലമ്പലമായപ്പോൾ ഇതിൻ്റെ ഈ ഊരാളന്മാർ 4 ഊരാളന്മാരാണ്. 4 ഊരാളന്മാരിൽ 2 നായന്മാരും 2 നമ്പ്യാന്മാരും. അതിൽ ഒരു നമ്പ്യാർ കൊടക്കാട്ടേരി, അതവരെ വീട്ടുപേര്. അതിലൊരാൾ ഗൾഫിലാണ്, അത് നല്ല നിലയിലാണ് നേരം. അപ്പോൾ അയാൾ വന്നാൽ ആഴ്ചക്കിടെ വരും. അത് വന്നിട്ട് അയാളോട് പറഞ്ഞു ചേർത്ത് ഈ ശ്രീകോവിലിൻ്റെ കാര്യം പറഞ്ഞു അത് നിങ്ങളെ മണിയാണീനെയും ആശാരിനെയും കൊണ്ടാണ്, എന്നിട്ട് ഇതിൻ്റെ കണക്കെല്ലാം ഇതിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് എന്നോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിറ്റത്തെ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ കണക്കെല്ലാം കൊണ്ടുവന്ന് അവരെ കണക്ക് കൊണ്ടുവന്നു. മണിയാണി വീട് തന്നെ ഉള്ളതാണ്. അയാൾ മട്ടന്നൂരാന്ന് പണിയെടുക്കൽ, ഈ നാറാത്താന്ന്. ആശാരി അങ്ങ് പയ്യന്നൂരാണ്. ആശാരീനെന്ന് പറഞ്ഞാൽ തെളിപ്പറമ്പ് അമ്പലത്തിൻ്റെ പണിയെടുക്കുമ്പം കണ്ടിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. എന്നിട്ട് അങ്ങനെ ഈ നാലമ്പലം ഈ ശ്രീകോവിൽ അയാൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പഴയ കല്ലും ഇതെല്ലാമാണ് അതൊക്കെ പൊളിച്ചിട്ട് കംപ്ലീറ്റ് പൊളിച്ച് എന്നിട്ട് ഇതിൻ്റെ മേലെ
ഓടിടാം എന്നുള്ള ഉദ്ദേശത്തിൽ അയാൾ പറഞ്ഞു, സമ്മതിച്ചു. എന്നിട്ടത് പൊളിക്കാൻ തുടങ്ങി. കണക്കെല്ലാം പൊളിച്ചു. പഴയ കല്ലാന്നല്ല, അതെല്ലാം പൊളിച്ച് തറയും മുഴുവൻ പൊളിച്ച് ഇതിന് ബാലാലയത്തിലേക്ക് മാറ്റി. ഈ ബിംബം അപ്പുറത്തെ ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത്. എന്നിട്ട് പിന്നെ അയാൾ പൈസ ചെലവ് ചെയ്തു. ശ്രീകോവിൽ അടിയേ പൊളിച്ച് പണിത്. എന്നിട്ട് അത് ചെമ്പടിക്കണം എന്ന് പറഞ്ഞു. ആശാരി പറഞ്ഞു ചെമ്പടിക്കണം. അയാളുടെ പറഞ്ഞു ചെമ്പടിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അടിക്കാമെന്ന് പറഞ്ഞു. ചെമ്പടിച്ചു. അങ്ങനെ ശ്രീകോവിൽ, പുതിയ ശ്രീകോവിലാണ് ചെമ്പടിച്ച് നല്ല ശ്രീകോവിലായി. മണ്ഡപം അതിൻ്റെ അതിൻ്റെ മരവും മറ്റേ മരമെല്ലാം ഉണ്ടായിരുന്നു. അതിലെടുത്തിട്ട് മണ്ഡപവും ശരിയാക്കി. അങ്ങനെ ആ ക്ഷേത്രം ആയിന്. പിന്നെ അത് ഈ അതിനെന്താ പറയുക, അപ്പുറത്തെ എടുപ്പ് അത് ഇവർ ഇവിടുന്ന് നെയ്യ് കൊണ്ട് പോലുണ്ട് കണ്ണാടി പറമ്പിൽ. നെയ്യ് വൃശ്ചികം മകരമാസം 22 പോകും അവർ. അപ്പോൾ അവർ ഇവിടെ താമസിക്കുമ്പോൾ അവർ കുറച്ച് പ്രമാണിമാരാണ് അന്നത്തെ ഇവിടെ. അപ്പോൾ അവരാണ് അത് എടുത്തിന് ആ എടുപ്പ്. അഗ്രശാല മഠം അപ്പുറത്താണ്. ഇത് അഗ്രശാലയിലാണ് അവർ ഭക്ഷണം ഉണ്ടാക്കലെല്ലാം. ആ മഠത്തിലാണ് ഇത് നെയ്യ് കെട്ടുക. മഠം അന്നേരം പൊളിഞ്ഞു പോയിന്. ഇപ്പം രണ്ടാമത് അതിൻ്റെ ഒരു കുടുംബക്കാരൻ വന്നിട്ട് അത് നന്നാക്കിയതാണ്. അവിടെ കാണുന്നില്ലേ? മഠം നൂർപ്പശി വേട്ടക്കൊരു മകൻ. അങ്ങനെ അവർ ഈ ഇവിടുന്ന് ഇങ്ങനെ പോവും, നെയ്യ് എടുത്തിട്ട് പോകും. 22-ാം തീയതി പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു, ഈ സ്വർണ്ണപ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു നെയ്യ് ഇവിടുന്ന് എടുക്കാൻ പാടില്ല. അവരാടന്ന് എടുക്കലായിരുന്നു. പിന്നെ അത് പൊളിഞ്ഞു പോയതിന് ശേഷം പിന്നെ ഇവിടുന്ന് എടുക്കും. ഈ മണ്ഡപത്തിൻ്റെ ആട കെട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് എടുക്കാൻ പാടില്ല, ഇവിടുന്ന് കൊണ്ടുവരേണ്ട സ്ഥലമാണ്. കാരണം ഈ കൊണ്ടുപോകുന്നതിനെക്കാട്ടിയും പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ട സ്ഥലമാണ്, ഇവിടുന്ന് കൊണ്ടുപോകേണ്ടതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ അഗ്രശാലക്കാ കട്ടൽ നെയ്യ്. എന്നിട്ട് 22-ാം തീയതി ഇവിടുന്ന് പോകും. അങ്ങനെയാണ് നെയ്യൂറിൻ്റെ സ്ഥിതി. ഒന്ന് തേലക്കാടൻ പടിഞ്ഞാറേ വീട്, പിന്നെ ഒന്ന് കൊടക്കാട്ടേരി, 2 നമ്പ്യാന്മാർ. മൂന്നാമത്തേത് പുളിയാങ്കോടൻ, 4-മത്തേത് കേൻ എന്ന് പറഞ്ഞാൽ ഉണ്ണി പ്രൊഫസർ ഉണ്ണീൻ്റെ അവർ. അങ്ങനെ 4 കുടുംബക്കാരാണ്. 2 നായന്മാരും 2 നമ്പ്യാന്മാരും. അവർ എല്ലാം കൊടുത്തിട്ട് അവർ മട്ടന്നൂർ തങ്ങൾ കൊടുത്തിട്ട് പോയതാണ്. ആ തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? തങ്ങളിൽ നിന്ന് ഇങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് പല അമ്പലങ്ങളും. ഇപ്പോൾ ഉണ്ട് പോലും അവരെ തറവാട് തങ്ങൾ നമ്പൂരിയാണ്. തന്ത്രിൻ്റെ പേര് പരമേശ്വരൻ അല്ലേ? പരമേശ്വരൻ നമ്പൂതിരി. അയാൾ ഈ അവർ ഏട്ടനേന്മാർ അതെ റിട്ടയറായി. അവർ 2 ആളാണ് ഏട്ടനേന്മാർ. പരമേശ്വരൻ നമ്പൂതിരി അയാൾ ഈ ഇവിടെ 5-ാം ക്ലാസ് 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നെ തൃശ്ശൂർ ഒരു സ്ഥലത്ത് പോയിട്ട് തന്ത്രവും മന്ത്രവും എല്ലാം പഠിച്ചതിന് ശേഷം അവിടുന്ന് SLC എല്ലാം പാസ്സായി. അവരെന്നെ പഠിപ്പിച്ചു. എന്നിട്ട് ആ തന്ത്രം എല്ലാം പഠിച്ചതുകൊണ്ട് അയാൾക്ക് ഇത് ചെയ്യുന്നതിനൊരു വിഷമമില്ല. അവിടെ കുറേ കൊല്ലം ചെറുപ്പത്തിൽ താമസിച്ചിട്ട് പഠിച്ചുകൊണ്ട് താന്ത്രിക വിദ്യയെല്ലാം പഠിച്ചുകൊണ്ട് ശരിക്കും ചെയ്യാൻ സാധിക്കും. അയാൾ ഉദ്യോഗസ്ഥത്തിൽ പോയി പറഞ്ഞ മാതിരി പോലീസായിരുന്നു. പോലീസ് റിട്ടയർ ചെയ്തിട്ട് കുറച്ച് കൊല്ലമായി. അയാൾ അനുജനും ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ അവരാണ് തന്ത്രി. ഏട്ടനും 2 ആൾ പഠിച്ചിട്ടാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി. അങ്ങനെയാണ് ഇതിൻ്റെ അറിയുന്നിടത്തോളമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ അങ്ങനെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നന്ദി. അങ്ങനെയാണ് കഥകൾ. ചങ്ങായിമാരെ, നമ്മൾ തൃക്കൺമഠം ശിവക്ഷേത്രത്തിൽ നിന്നെല്ലാം വീട്ടിലെത്തി. ഭയങ്കര ഒരു ഐശ്വര്യമാണ്. ഗ്രാമാന്തരീക്ഷത്തിൽ കുടികൊള്ളുന്ന ഒരു അമ്പലം. അവിടെ വൈദ്യനാഥൻ്റെ രൂപത്തിലാണ് ശിവൻ കുടികൊള്ളുന്നതെന്നാണ് നമ്പൂരി പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ കൈയൊഴിഞ്ഞ് രോഗങ്ങളും അതും ഇതും ഉള്ള ഭക്തന്മാർ അവിടെ വന്ന് പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. സത്യസന്ധമായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഫലം കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അത് അറിഞ്ഞ് വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അമ്മക്കെന്നാ പറയാനല്ലേ ഇനി അവിടെ പോയിട്ടുള്ള അനുഭവം? നല്ല അവിടെ പോയിട്ട് നല്ല അനുഭവം. നമ്പൂരിയും എല്ലാം
എന്നാ പറയണ്ടേ, നല്ലൊരു ഇത്. പിന്നെ നമുക്ക് ആ മാഷെ കണ്ടുകൊണ്ട് മാഷും പഴയ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാം കൊണ്ടും മനസ്സും ശരീരവും എല്ലാം ദേവനോട് അടുത്തു അല്ലേ? വേറെ ഒന്നുമില്ല അല്ലേ? അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.